ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എന്നും ചിന്തിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് തുല്യമായിട്ട് ഇസ്രായേലിൻ്റെ മടങ്ങി വരവും ഇസ്രായേലിനെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ പരമ്പരയിലെ അവസാന ഭാഗമാണ് ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണിച്ച വലിയ സഹകരണത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ചയിൽ വരുന്നത്. അത് വിട്ട് ഒന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, ആ വചനം അറിഞ്ഞുകൂടാതെ സംസാരിച്ചാൽ ഇസ്രായേലിൻ്റെ കാര്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനോ അറിയുവാനോ കഴിയുകയില്ല. ഇസ്രായേൽ എവിടെ പോയാലും എവിടെ ചിതറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ മടക്കി വരുത്തുമെന്നുള്ളതായ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 2300 വർഷങ്ങൾക്ക് മുമ്പ് സഖരിയ പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്ത കാര്യവും 2400 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും ഒക്കെ പ്രവചിച്ച ധാരാളം പ്രവചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ആ പ്രവചന നിവർത്തിയാണ് ഇന്ന് നാം കാണുന്ന ഇസ്രായേൽ. തീച്ചൂളയിൽ കുരുത്തതാണ്. അതുകൊണ്ട് വെയിലത്ത് വാടിപ്പോകുവാൻ ഇടയില്ല, വാടിപ്പോകുകയില്ല. ഈ ഭാഗം നമ്മൾ അവസാനമായി ചിന്തിക്കുമ്പോൾ ഇനി മറ്റൊരു സമയത്ത് ഇസ്രായേലിൻ്റെ അബ്രഹാം മുതൽ തുടർന്നുള്ളതായ അനുഭവങ്ങളും അതിൻ്റെ വിസ്തൃതിയും അതിൻ്റെ ഉത്ഭവവും എങ്ങനെ ഇസ്രായേൽ ജനം ഇവിടെ കനാനിൽ വന്നുപെട്ടു എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ദീർഘമായി ചിന്തിക്കുവാനുണ്ട്. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ഈ ചില വർഷങ്ങൾ 1948 മുതൽ ഉണ്ടായതായ സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഉണ്ടായതിന് കാരണം എന്താണ്, ആർക്കു വേണ്ടി ഉണ്ടായി എന്ന് എന്നോട് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഇസ്രായേലിന് വേണ്ടി. ബൈബിൾ ശരിയാണ് എന്നുള്ളതിന് ഒരു ഉത്തമ തെളിവാണ് ഇസ്രായേൽ. നാം പ്രാർത്ഥിച്ച് ഈ ഭാഗവും ആരംഭിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് നല്ല അധ്യാപകനാണ്. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചാൽ ഞങ്ങൾക്ക് കേൾക്കുവാനും അറിയുവാനും സത്യം മനസ്സിലാക്കുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലും ഇരുന്ന് ശ്രദ്ധിക്കുന്നതായ ഈ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന ഓരോ പ്രിയപ്പെട്ടവരും യേശു രണ്ടാമതും വരുമെന്നും യേശു ഉയർത്തെഴുന്നേറ്റു എന്നും ദൈവം ഏക ദൈവമാണെന്നും മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി വന്നവനാണ് ഈ ദൈവം എന്നറിയുവാനും ഇടയാക്കുമാറാകണമേ. ദൈവമേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ.
ഞങ്ങളെ താഴ്ത്തി അവിടുത്തെ പൊന്നു പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ ഗ്രഹിക്കേണ്ടും വണ്ണം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. 1981 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിടയായിത്തീർന്നു. 1981 നടന്നതായ ഒരു മഹാസംഭവമാണ് ഇറാഖ് ഉണ്ടാക്കിയ ആണവ നിലയം തകർന്നു പോകുവാനിടയായിത്തീർന്നത്. ദൈവം ഇസ്രായേലിന് കൊടുത്ത ബുദ്ധി, ശക്തിയും ജ്ഞാനവും വിവേകവും അനുസരിച്ച് ആ ആണവ നിലയം, ഇറാഖിൻ്റെ സദാം ഹുസൈൻ്റെ ആണവ നിലയം തകർക്കപ്പെടുവാനിടയായിത്തീർന്നു. ആണവ നിലയം അന്ന് തകർന്നില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ലോകത്തിൻ്റെ സ്ഥിതി മറ്റൊരു സ്ഥിതിയായിരിക്കുമായിരുന്നു. ഇറാനും ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇറാൻ അന്ന് പൊടിയായി മാറുമായിരുന്നു. സുന്നികളും മറ്റൊരു വിഭാഗം മുസ്ലിങ്ങളും ആണ് പ്രബലരായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിലുള്ളത്. സുന്നികളും സിയാക്കളും ഇവർ തമ്മിലാണ് അടി. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നുവെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച് തകർത്തില്ലാതെയാക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ സദാം ഹുസൈൻ ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞു. അവരൊരു ആണവ നിലയം ഉണ്ടാക്കി ഇസ്രായേലിനെതിരെ ആറ്റം ബോംബിട്ട് തകർക്കുമെന്നുള്ള ചിന്തയിലും പറച്ചിലും പ്രവർത്തനത്തിലും അവർ മുഴുകിയിരിക്കുമ്പോൾ ആ ഇസ്രായേലിൻ്റെ ആണവ നിലയം തകർക്കപ്പെട്ട ഒരു മഹാസംഭവം ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. അതോടുകൂടെ ഏകദേശം ഇറാഖ് ഒതുങ്ങിയതാണ്. പക്ഷേ 1990 ആയപ്പോൾ കുവൈറ്റിനെ ആക്രമിച്ച് കീഴടക്കി യോധോടുകൂടെ പിന്നെയും യുദ്ധം അവർ തമ്മിൽ ആരംഭിക്കുവാനിടയായിത്തീർന്നു. അന്ന് ഈ ആറ്റം ബോംബുണ്ടായിരുന്നെങ്കിൽ കുവൈറ്റിനെ നശിപ്പിച്ച് കളയാൻ സദാമിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ജെറുസലേം ദേവാലയം അതിമനോഹരമായി പണിത ഒന്നാണ് എന്ന് നാം ചിന്തിച്ചു. ചിലർ പറയുന്നതനുസരിച്ച് 330 ടൺ സ്വർണം അതിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് തീത്തോസ് കൈസർ ജെറുസലേം നശിപ്പിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനം വരെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അതിനെ നശിപ്പിച്ച് കളയുവാനിടയായിത്തീർന്നത്. പിന്നെ അങ്ങനെ 8 പ്രാവശ്യം ജെറുസലേം നശിപ്പിക്കപ്പെട്ടു, പണിയപ്പെട്ടു, പിന്നെയും നശിപ്പിക്കപ്പെട്ടു, പിന്നെയും പണിയപ്പെട്ടു. അവസാനം ഹെരോദ രാജാവാണ് അത് യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ദേവാലയം. ഈ ജെറുസലേം ദേവാലയത്തെ ഒരു ഘട്ടത്തിൽ നശിപ്പിച്ചത് തുർക്കികളായിരുന്നു. അവർ
ഇത് നശിപ്പിച്ചതിന് ശേഷം BC 66 അൽ അക്സ എന്ന പേരിൽ ഒരു മുസ്ലിം പള്ളി ഉണ്ടാകുകയും അവിടെ നിന്നാണ് മുഹമ്മദ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞ് ഇന്ന് അവരതിനെ ആഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭരിച്ചിരുന്നത് ഓട്ടോമൻ തുർക്കികളാണ്. ഈ ഓട്ടോമൻ തുർക്കികൾ 400 സംവത്സരം ജെറുസലേം കീഴടക്കി അല്ലെങ്കിൽ കനാൻ ദേശം കീഴടക്കി അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1914 ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് 1919 ജെറുസലേം ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം AD ഏകദേശം 2000-ന് ശേഷം യുദ്ധങ്ങൾ ശമനം ഉണ്ടായിരുന്ന സമയങ്ങളായിരുന്നു. മിസ്രയീം അല്ലെങ്കിൽ ഈജിപ്റ്റ് ഇസ്രായേലിനോട് സന്ധി ചെയ്തു, ഞങ്ങളിനി നിങ്ങളുമായിട്ട് യുദ്ധത്തിനില്ല എന്ന്. അങ്ങനെ യുദ്ധം വളരെ ശാന്തമായി ഇസ്രായേലും മറ്റുള്ളവരും ശാന്തമായി പോവുകയായിരുന്നു. ഇതിനിടയിൽ രഹസ്യമായി ഹൂതികൾ എന്ന് പറയുന്നവർ മറ്റ് ഇസ്രായേൽ മുസ്ലിമിൻ്റെ ഭീകര സംഘടനകൾ അൽ ഖയ്ദയും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ പണിതതായ ഭയാനകമായ അണ്ടർഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ രഹസ്യ ഗുഹകൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് കാണുകയാണ്. 6 നിലകളുള്ള കെട്ടിടങ്ങൾ പോലും ഭൂമിക്കടിയിൽ ഉണ്ടാക്കത്തക്കവണ്ണം ആ തുരങ്കങ്ങൾ അത്രയ്ക്ക് വലുതും ഭയാനകവുമായിരുന്നു. കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള തുരങ്കങ്ങളാണ് രഹസ്യമായി അവർ പണിയുകയും അതിൻ്റെ മുഖങ്ങൾ, അതിൻ്റെ വാതിലുകൾ മിക്കവാറും സ്കൂളുകളിലോ ആശുപത്രികളിലോ തുറക്കത്തക്ക നിലയിലാണ് അതിൻ്റെ പണി. ചിലതൊക്കെ ഇസ്രായേലിൻ്റെ അടുത്ത് വരെ എത്തി. അവിടെ ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ വളരെ പെട്ടെന്ന് തകർത്ത് കളയുവാൻ അവർ പ്ലാൻ ചെയ്ത്, ഞാൻ പറയും പോലെ അല്ലല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്, ധാരാളം തുരങ്കങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഗസയിലും സിറിയയിലും ലെബനനിലും ഒക്കെ ഉണ്ടാക്കി ഇസ്രായേലിനെ തകർക്കുവാനായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ പരിണിതഫലമായിട്ടാണ് 2023 കഴിഞ്ഞ വർഷം പത്താം മാസം 7-ാം തീയതി 2023 2023
അവർ ഒരു യുദ്ധം തന്നെ ചെയ്തതുപോലെ ഇസ്രായേലിൻ്റെ മേൽ ഡ്രോണുകളെ അയച്ചു. ഭയങ്കരമായ യുദ്ധ സാമഗ്രികളാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 1990 കണ്ടതുപോലെയല്ല. അന്നത്തെ സ്റ്റാർ വാർ എന്ന് പറയുന്നത് മിസൈലുകൾ, സ്കഡ് മിസൈലുകളും മറ്റും അയച്ച് നശിപ്പിക്കുന്നതായ യുദ്ധഭയങ്കര രീതിയാണ് അന്ന് കണ്ടത്. അതിനേക്കാൾ ഭീകരമായിട്ട് ഇസ്രായേൽ ഒതുങ്ങി അവരുടെ രാജ്യം അത്രയും അയൺ ഡോം കൊണ്ട് സംരക്ഷിച്ച് അവരുടെ ഭൂമിക്കകത്ത് മറ്റ് യുദ്ധസാമഗ്രികൾ വരികയില്ല എന്നുള്ളതായ ഉറപ്പിൽ അവരായിരുന്നു. അപ്പോൾ അയൺ ഡോം തകർന്നു പോവുകയില്ല എന്നായിരുന്നു ഇസ്രായേലിൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും ചിന്തകൾ. പക്ഷേ ഈ ഹൂതികളും ഈ മുസ്ലിം ഭീകര സംഘടന ഹിസ്ബുള്ളയും ഒക്കെ കൂടെ ചേർന്ന് അതിനെ ഭേദിച്ചുകൊണ്ട് 100 കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് അയച്ച് അയൺ ഡോമിനെ തകർത്ത് ഇസ്രായേലിൻ്റെ 250 പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോവുകയും ഏകദേശം 2500ഓളം പേർക്ക് പരിക്ക് പറ്റുകയും അവരെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതാണ് ഇന്ന് നടന്നതായ യുദ്ധത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ഇത് ഇസ്രായേലിന് ഗുണകരമായി. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നത് പാടില്ല എന്നാണ് UN നിയമം. ഇസ്രായേലും ഉണ്ടാകാതെ ഇരുന്നതാണ്, അവർ സ്വസ്ഥമായിരുന്നതാണ്. അവരെ കയറി ഈ മുസ്ലിങ്ങൾ ആക്രമിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതോടുകൂടെ ഇസ്രായേൽ തിരിച്ച് അടിക്കുകയും ഗസയിൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ഗസയിൽ കടന്നപ്പോൾ തന്നെ അവിടെ കടക്കാൻ കഴിയാത്ത ഭയങ്കര, അതായത് ഇസ്രായേലിനേക്കാൾ ശക്തിയുള്ളതായ ആയുധങ്ങളും മറ്റുമൊക്കെയാണ് അവർ കരുതിയിരുന്നത്. ഈ ദിവസങ്ങളിൽ ഇറാൻ്റെ അന്നത്തെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു, ആണവ നിലയത്തിൻ്റെ ഉപജ്ഞാതാവ് കൊല്ലപ്പെട്ടു, പ്രമുഖ വ്യക്തികൾ പലരും കൊല്ലപ്പെട്ടു. ഇസ്രായേലിനെ ആരൊക്കെ തൊട്ട് കളിച്ചുവോ അവിടെയൊക്കെ അത്ഭുതത്തിൻ്റെ കാര്യങ്ങളാൽ ദൈവം അവരെ നടത്തുവാനിടയായിത്തീർന്നു. നമ്മൾ കണ്ടതുപോലെ വാക്കി ടോക്കി എന്ന് പറയുന്നതായ ഒരു സംവിധാനത്തിൻ്റെ കൂടെ ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുവാനായിട്ടിടയായിത്തീർന്നു. അത് അവർക്കൊരു പ്രഹരമായിത്തീർന്നു. അതിൽ പല നേതാക്കളും മരിച്ചുപോയി. പിന്നെ പറയാനൊക്കാത്ത വലിയ സംഭവങ്ങളാണ് ഉണ്ടായത് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. അങ്ങനെ യുദ്ധം ചെയ്ത് അകത്തോട്ട് കയറിയപ്പോഴാണ് അറിയുന്നത് ഈ തുരങ്കങ്ങൾ ഇത്രയും ഭീകരവും ഭയാനകവുമായി നിർമ്മിച്ചിട്ടിരിക്കുന്നു. ഒരു യുദ്ധം സാധാരണ ഉണ്ടായാൽ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ പപ്പടം പോലെ പൊടിക്കത്തക്കവണ്ണമാണ് അതിൻ്റെതായ സംവിധാനങ്ങൾ ഉണ്ടാക്കി വച്ചിരുന്നത്. എന്നാൽ ഇസ്രായേൽ അതിനെയെല്ലാം കയറി ആക്രമിക്കുവാനിടയായിത്തീർന്നത് ഈ ഹൂതികളും മറ്റും ഇസ്രായേലിലേക്ക് യുദ്ധം ചെയ്യാൻ കടന്നു വന്നതാണ് അതിൻ്റെ കാരണം. അതിൻ്റെ കാരണമായി നാം കാണുന്നത്.
അപ്പോൾ ഒരു വർഷവും 1 മാസവും 13 ദിവസവും നീണ്ടുനിന്ന ഈ യുദ്ധം ഇസ്രായേലിന് വളരെയധികം ഗുണകരമായി തീർന്നു. അവർക്ക് പണ്ട് ഉണ്ടായിരുന്നതായ, ഇസ്രായേലിന് മുമ്പുണ്ടായിരുന്നതായ നീളവും വീതിയും എന്ന് പറയുന്നത് 1200 മൈൽ നീളവും 750 മൈൽ വീതിയുമായിരുന്നു. ഈ ഗോലാൻ കുന്നും ഈ ഹെർമോൻ മലയും എല്ലാം ഇസ്രായേലിൻ്റെ വകയായിരുന്നു. പക്ഷേ അതെല്ലാം വിട്ടുകൊടുത്താണ് കഴിഞ്ഞ ഒരു യുദ്ധം അവസാനിപ്പിച്ചത്. അങ്ങനെ ഇസ്രായേലിന് വലിയ മാനസികമായ പ്രയാസം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ശത്രുക്കൾ അവർ തന്നെ യുദ്ധം തുടങ്ങി ഇതിനെ ആക്രമിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഭീകരവും ഭയങ്കരവുമായ യുദ്ധം തന്നെയാണ് ചെയ്തത്. 45,000 പാലസ്തീൻകാരും മറ്റുമൊക്കെ നശിപ്പിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇസ്രായേലിനെ ഇപ്പോൾ സഹായിക്കുന്നത് അമേരിക്കയാണ്. പണ്ടത്തെ പോലെ തന്നെ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നു. റഷ്യ ഇറാനെ സഹായിക്കുന്നു. ഇറാൻ ഹൂതികളെയും ഇസ്രായേലിൻ്റെ ശത്രുക്കളെയും ഒക്കെ എങ്ങനെയൊക്കെ സഹായിക്കാമോ അങ്ങനെയൊക്കെ പണത്തിനായാലും ഈ ലോകത്തിൽ ഭീകരപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അവരുടേതായ ജോലി. അവർക്ക് ധാരാളം പണമുണ്ട്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഇവർക്ക് എണ്ണയുടേതായ, അതായത് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വലിയ കലവറ തന്നെ, അതായത് കോടിക്കണക്കിന് ബാരൽ എണ്ണ അവർക്ക് എടുക്കത്തക്കവണ്ണം ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൈസ ഇഷ്ടം പോലെ ഉണ്ട്. സൗദി അറേബ്യയ്ക്കും ഖത്തറിനും യമനും പിന്നെ AUEക്കും ഒക്കെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ളതായ രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് അവർ പക്ഷേ ഇസ്രായേലിന് ദൈവമുണ്ട്. ആ ദൈവം കൊടുത്ത ബുദ്ധിയുമുണ്ട്. ഏതൊരു യുദ്ധ ഉപകരണങ്ങൾ കിട്ടിയാലും അതിനെ ശരിയായി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാനായിട്ട് ഇസ്രായേലിനറിയാം. എന്നാൽ ഇറാൻ്റെ പാർട്ടിക്കാർക്ക് അത് ഉപയോഗിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത സ്ഥിതിയാണുള്ളത്. ചിലപ്പോഴൊക്കെ അവരുപയോഗിക്കുന്ന ഡ്രോണുകളും മിസൈലുകളുമൊക്കെ അവരുടെ രാജ്യത്ത് തന്നെ തിരിച്ചു വരുന്നതായ കാഴ്ചയാണ് നമ്മൾ ഈ വർഷങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. രണ്ടായിരത്തി 24 ഒരു വർഷവും 1 മാസവും 13 ദിവസവും ആയപ്പോൾ യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ UN പ്രഖ്യാപിച്ചു. മറ്റുള്ളവരും ചേർന്ന്, ഇസ്രായേലും മറ്റു രാജ്യങ്ങളും ചേർന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലിന് ഗോലാൻ കുന്നുകളും
ഹെർമോൻ പർവ്വതനിരയും ഗസയും വെസ്റ്റ് ബാങ്കും പുനഃസ്ഥാപിക്കപ്പെട്ടു. അവർക്ക് പണ്ടുണ്ടായിരുന്നത് പോലുള്ള പാലസ്റ്റീൻ എന്ന് പറയുന്ന തേനും പാലും ഒഴുകുന്ന പാലസ്റ്റീൻ ദൈവം വാഗ്ദത്തം ചെയ്തതിൽ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ കണ്ടതുപോലെ ഇത് തിരിച്ചു കിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനിയിപ്പോൾ ഇസ്രായേലിന് എതിരായി നിൽക്കുന്ന ഒരേ ഒരു രാജ്യം അയത്തുള്ള ഖൊമനിയും ഇറാനുമാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇറാൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന്. സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇസ്രായേലിനെ ചുമക്കുന്നവനെല്ലാം കഠിനമായി മുറിപ്പെടും. അവരെ ദൈവം ശിക്ഷിക്കും. 12-ാം അധ്യായം വായിച്ചു നോക്കുക. നാം ഇത് പല പ്രാവശ്യം ഇതിനു മുമ്പും പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇസ്രായേലിനെ ഒരു ഭാരമുള്ള കല്ലാക്കി വയ്ക്കുമെന്നാണ്. അതിനെ ചുമക്കുന്നവനെല്ലാം മുറിപ്പെടും. ഈ യുദ്ധത്തിൽ ഈ ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും നേതാക്കൾ ആയ യാഹിയ സിൽവറും ഇസ്മായേൽ ഹനിയായും കൊല്ലപ്പെട്ടത് ഈ അറബ് രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രഹരമാണ്. കാരണം ഈ യാഹിയ സിൽവറാണ് ഇസ്രായേലിനെ ആക്രമിക്കുവാനുള്ളതായ സൂത്രങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ സൂത്രധാരനായിരുന്നു. അവൻ ജീവിച്ചിരിക്കുകയും മറ്റുള്ളവരെ കൊല്ലിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രായേൽ അവിടെയും കയർന്ന് ചേർന്നു. ഇസ്രായേലിൻ്റെ ഡ്രോണുകളും മറ്റ് യുദ്ധ ഉപകരണങ്ങളും അതിനകത്ത് അവരുടെ തുരങ്കത്തിനകത്ത് കടന്നു ചെല്ലുന്ന ഒരു ഭയാനകമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ശത്രുക്കളുടെ മേൽ ദൈവം അവർക്ക് ജയം കൊടുക്കുവാൻ ഇടയായി. ഇന്ന് കാണുന്നത് പോലെ ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന് ലഭിച്ചു, വെസ്റ്റ് ബാങ്ക് ലഭിച്ചു. അതിലെ വെസ്റ്റ് ബാങ്ക്, ഗോലാൻ കുന്നുകൾ, സിറിയയുടെ കുറേ ഭാഗങ്ങൾ, ഇങ്ങനെയെല്ലാം കൂടെ ചേർന്ന് പണ്ട് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ഭാഗങ്ങളെല്ലാം, അല്ലെങ്കിൽ യോശുവ ഇസ്രായേലിന് വിഭജിച്ചു കൊടുത്ത സ്ഥലം മുഴുവനും, അത് അടുത്ത ഒരു ഭാഗത്ത് അതിൻ്റെ സമ്പൂർണ്ണ ചിത്രം പിന്നെയും എനിക്ക് പറയുവാൻ താല്പര്യവും ആഗ്രഹമുണ്ട്. ദൈവം അനുവദിച്ചാൽ അത് പറയുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഭാഗങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് കാണുന്ന കാര്യങ്ങളൊന്നും വീണ്ടും ഉരുവിടുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്നത്തെ കാര്യം നമ്മൾ പത്രദ്വാരയും യൂട്യൂബിലൂടെയും ഒക്കെ വളരെ സമർത്ഥമായി ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എല്ലാ പുരാണങ്ങളും അവർ പറയുന്നതായ സംഭവങ്ങൾ നടക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ടെങ്കിലും യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് ഉറപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ അൽ അക്സ തകർക്കപ്പെടും, ഈ യെരുശലേം പണിയപ്പെടും. അതൊക്കെ ചിലപ്പോൾ ഞാൻ കണ്ടില്ലെങ്കിലും തലമുറകൾക്ക് അത് കാണുവാനായിട്ട്, അത് കഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു വരും. ഇവിടെ മൂന്നാം ലോകമഹായുദ്ധം നടന്ന് ഇവിടെ ഇപ്പോൾ നടക്കുമെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പറയുന്നവരെ പറയട്ടെ. പക്ഷേ യേശു വീണ്ടും വരും. യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ യേശു വീണ്ടും വരിക തന്നെ ചെയ്യും. യേശു ദൈവമാണോ, ദൈവപുത്രനാണോ, മനുഷ്യപുത്രനാണോ, ദാവീദിൻ്റെ പുത്രനാണോ? പിന്നെ ഇനി നൂറ് കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. എല്ലാറ്റിനും മറുപടിയുണ്ട്, വ്യക്തമായ മറുപടി ബൈബിളിൽ തന്നെ ഉണ്ട്. ബൈബിളിലെ മറുപടി അല്ലാതെ എൻ്റെതായോ ഏതെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതോ അല്ല എൻ്റെ മറുപടി എന്ന് പറയുന്നത്. അത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തൃത്വമൊക്കെ എന്ന് പറയുന്നത് അത് മനുഷ്യനിർമ്മിതമാണ്. ബൈബിളിൽ ഒരു തൃത്വവും പറഞ്ഞിട്ടില്ല. ഏക ദൈവമേ ഉള്ളൂ, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇസ്രായേലേ കേൾക്ക, ഞാൻ യഹോവ, ഞാൻ ഏകനാണ്, ഞാനല്ലാതെ ഒരു ദൈവമില്ല. അപ്പോൾ പിന്നെ യേശു ആരെന്ന് ചോദിച്ചാൽ, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന 2-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വേഷത്തിൽ മനുഷ്യനായി ഒരു പുൽത്തൊട്ടിയിൽ ജനിക്കത്തക്കവണ്ണം, ഒരു കന്യകയിൽ ജനിക്കത്തക്കവണ്ണം അവൻ താഴ്മയെടുത്തു. ഇതാണതിൻ്റെ യാഥാർത്ഥ്യം. സൂര്യൻ ആകാശത്ത് നിൽക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ പ്രകാശവും സൂര്യൻ്റെ ചൂടും നമ്മൾ അനുഭവിക്കുന്നത് പോലെ സൂര്യനില്ലാതെ ചൂടുമില്ല, സൂര്യൻ്റെ ചൂടുമില്ല, സൂര്യൻ്റെ പ്രകാശവുമില്ല. നമുക്ക് സൂര്യനെ സൂര്യനായി കാണുമ്പോൾ തന്നെ സൂര്യൻ്റെ പ്രകാശവും സൂര്യൻ്റെ വെളിച്ചവും അനുഭവിക്കുവാനും കഴിയുന്നു. ഇതെല്ലാം മർമ്മങ്ങളായി കിടക്കുന്നവയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് 3 ദൈവവുമില്ല, 4 ദൈവവുമില്ല. യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ വചനമെന്നാണ് വിളിക്കുന്നത്. പിതാവെന്ന് വിളിക്കുന്നു, പുത്രനെന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവെന്ന് പറയുന്നു, വചനമെന്ന് പറയുന്നു. ഇതെല്ലാം ആത്മീകമായുള്ള ചില അർത്ഥങ്ങളും യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നതിന് തന്നെ കാരണമുണ്ട്. ആനക്കുഴിയിൽ നിന്ന് ആനയെ രക്ഷിപ്പാൻ ആനയില്ലാതെ കണ്ടയവനുണ്ടാകുമോ? മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതായ തത്വം തന്നെയാണ് അവിടെയും പ്രയോഗിക്കപ്പെട്ടത്. ദൈവമായിട്ട് സൂര്യനായിട്ട് തന്നെ ഇറങ്ങി വന്നാൽ ഇവിടെ ഒരു ജീവജാലവും ഉണ്ടാകുകയില്ല. അത് അടുത്ത ഒരു ഭാഗത്ത് നമ്മൾ പറയുവാൻ പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ദൈവമെന്ന് ശക്തിയോടെ അറിയിച്ചു. ഇനി നടക്കാൻ പോകുന്നത് യേശുവിൻ്റെ 2ാമത്തെ വരവാണ്. അല്ലെങ്കിൽ ബൈബിൾ ശരിയല്ലെന്ന് പറയും അന്നത്തെ ആളുകൾ. യേശു 2ാമതും വന്ന് ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന വിശുദ്ധരും മരിച്ചുപോയ വിശുദ്ധരും രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ പോകും.
പിന്നെ 7.5 വർഷം ഈ ഭൂമിയെ ദുഷ്ടന്മാർ ഭരിക്കും. ഇവിടെ മഹോദ്രവകാലം ഉണ്ടാകുന്ന കാലത്തെക്കുറിച്ചാണ് പല പ്രാസംഗികരും പ്രസംഗിക്കുന്നത്. ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ അന്നുണ്ടാകും. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, കാത്തിരിക്കുന്ന ദൈവമക്കൾ എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ആ പ്രയാസങ്ങളൊന്നും ദൈവമക്കൾ അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. പിന്നെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമായി 1000 ആണ്ട് ഈ ഭൂമിയിൽ തന്നെ വാഴും. അങ്ങനെ 1007 വർഷം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ ന്യായവിധി, അവനവൻ്റെ പ്രവർത്തിക്കടുത്ത ന്യായവിധി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമിയുടെ നാശം. ഈ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യമായി തോന്നും. അതേ, ആശ്ചര്യമാണ്. യേശുവിൻ്റെ ജനനം മുതൽ തന്നെ ആശ്ചര്യമാണ് എല്ലാം. നാം ആ ദൈവരാജ്യത്തിൽ ഒരു അവകാശിയായി തീരണം. അതാണ് ഈ പ്രസംഗത്തിൻ്റെ എല്ലാം ലക്ഷ്യം. ഇവിടെ ഞാനും ഈ പ്രായമുള്ള സമയത്ത് പറയുന്നതിൻ്റെ ഏക കാരണം ആ വരവിങ്കൽ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ നാം ഓരോരുത്തരും അവകാശികളായി തീരണം. രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ വിമോചനമുണ്ട്. ആദാം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റു. അവിടെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം മറുപടിയും ഈ ദിവസങ്ങളിൽ ദൈവം ഇത്രയും ആരോഗ്യവും ആയുസ്സും തന്നാൽ അതും പറയുവാനായിട്ട് താല്പര്യമുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, വീണ്ടും ഞങ്ങൾക്ക് ഇസ്രായേലിനെക്കുറിച്ച് പഠിക്കുവാനും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ചിന്തിക്കുവാനും തന്ന അവസരത്തിനായി സ്തോത്രം. തുടർന്നും ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ വരവ് താമസിച്ചാൽ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ കാണാൻ എന്തൊക്കെ ഉണ്ടോ അത് കാണുവാനുള്ള ബലവും ആയുസ്സും ആരോഗ്യവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ ദൈവം കൃപ ചെയ്യണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നിങ്ങൾക്ക് ഇത് പ്രയോജനമെന്ന് തോന്നിയാൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കൂടുതൽ പ്രചോദനമാകും ഈ വചനങ്ങൾ പറയുവാൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.